നാം പണ്ട് നീലക്കൊടുവേലി പൂവായിരുന്നു. നീ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നു, നാം പണ്ട് നീരാവിയും മഞ്ഞുമായിരുന്നു. നിന്നിലുരുകി ഞാൻ ആദിമസ്നേഹത്തിൽ എന്നെ തന്നെ മറന്നിരുന്നു. മറവിയുടെ മരുഭൂമിയിൽ നിന്നും ഓർമ്മയുടെ വസന്ത മലർവാടിയിലേക്ക്. ഇത് ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം, പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. പോയ ദിവസം പിന്നിട്ടപ്പോൾ യജ്ഞത്തിന്റെ 2 റൗണ്ടുകൾ വിജയകരമായി പൂർത്തിയാക്കി. മിർ റിയൽട്ടേഴ്സിന്റെ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള 3-ാം റൗണ്ടിലെ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് പാലക്കാട് നിന്നെത്തിയ സമർത്ഥനായ മത്സരാർത്ഥി ശബരീഷ്. ശബരീഷിനെ ആശംസകളോടെ സ്വാഗതം ചെയ്യുന്നു ഈ ദിവസത്തിലേക്ക്. Now it's the 3rd time. Pick your lot. ശബരീഷ് മനസ്സിൽ ഓർമ്മിച്ച സ്ഥലം ജൂറി അപ്രൂവ് ചെയ്താൽ അപ്പോൾ നമ്മൾ ആരംഭിക്കും വിപരീത സമസ്യയുടെ മഹാമേഖല യജ്ഞം. ആദരണീയരായ നമ്മുടെ ജൂറി അംഗം, നോബൽ ഗൈഡ് ശ്രീ കാവാലം ശ്രീകുമാർ, നമസ്കാരം സർ. അവർ IT ഗൈഡ് നിമ്മി അരുൺ ഗോപൻ, ഗുഡ് ഈവനിങ്. ശബരീഷിന്റെ ഈ അശ്വരഥത്തിലെ വിജയയാത്രയുടെ 3-ാം റൗണ്ടിൽ ശബരീഷ് വിചാരിച്ച സ്ഥലം നിങ്ങൾ അപ്രൂവ് ചെയ്തോ സർ? Yes. And are you ready to help him? Yes. All the best, Sabarish. Thank you, sir. Best of luck. ശബരീഷ് Sir. കഴിഞ്ഞ ദിവസം നന്നായി ആസ്വദിച്ചു. Yes, sir. വിജയത്തിൽ സന്തോഷമുണ്ട്. തീർച്ചയായും. എനിക്കുമുണ്ട് സന്തോഷം. പക്ഷെ എനിക്കൊരു ചെറിയ ദുഃഖമുള്ളത് കഴിഞ്ഞ ദിവസത്തെ ശബരീഷിന്റെ 2-ാം റൗണ്ടിലേത് റോണി ബിഗ്സിന്റെ സംഭവം, സെൻട്രൽ ബാങ്ക് റോബറി, ഞാൻ അനായാസം കണ്ടുപിടിക്കേണ്ട ഒന്നായിരുന്നു. അതിലെത്തിച്ചേരാൻ കഴിഞ്ഞില്ലേ. ഇക്കുറി 3-ാം റൗണ്ട് സ്ഥലമാണ്. ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എത്തിച്ചേരാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണ് 3-ാം റൗണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് 20 ചോദ്യങ്ങളുണ്ട്. ശബരീഷിന് 8 ലൈഫ് ലൈനുകളുമുണ്ട്. മിർ റിയൽട്ടേഴ്സിന്റെ 1 ലക്ഷം രൂപയാണ് സമ്മാനം. ഇതിനോടകം തന്നെ ശബരീഷ് മറ്റൊരു സമ്മാനം നേടിയ കാര്യം ശബരീഷ് അറിഞ്ഞു കാണും. മിർ റിയൽട്ടേഴ്സിന്റെ ഒരു റിസോർട്ടിൽ മറ്റൊരാളിനോടൊപ്പം 2 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഓൾറെഡി ശബരീഷ് സ്വന്തമാക്കി കഴിഞ്ഞു. ഓൾ ദ ബെസ്റ്റ്. Thank you, sir. നമുക്ക് ആരംഭിക്കാം. തീർച്ചയായും. ശബരീഷ് മനസ്സിൽ വിചാരിച്ച സ്ഥലം ഏഷ്യയിലുള്ള ഒരു സ്ഥലമാണ്. അല്ല. യൂറോപ്പിലുള്ള ഒരു സ്ഥലമാണ്. അല്ല. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു സ്ഥലമാണ്. അതെ. ആണ്. എല്ലാവർക്കും ആഫ്രിക്കയാണ് പ്രിയങ്കരം. ആ സ്ഥലം, അതിൻ്റെ പ്രാധാന്യം ഒരു വിപ്ലവ ഭൂമിയാണ് എന്നതാണോ? അല്ല. പ്രകൃതിശാസ്ത്രപരമായ പ്രത്യേകതയോ സാഹസികതയുമായി ബന്ധപ്പെട്ട പ്രത്യേകതയോ ആണോ ആ സ്ഥലത്തിൻ്റെത്? അല്ല. Is it a city? Yes. A capital city? Definitely. സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഘാന, സൊമാലിയ, റുവാണ്ട, കാമറൂൺ, നൈജീരിയ, ഇതിലൊന്നാണോ രാജ്യം? അല്ല. ആ രാജ്യത്തിൻ്റെ പേര് ആരംഭിക്കുന്നത് ABCDEFG ഈ അക്ഷരങ്ങളിലൊന്നിലാണ്. അതെ. ABC? അതെ. A? അല്ല. B? അതെ. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണോ അത്? സുൽത്താനേറ്റ് നിലനിൽക്കുന്ന ഒരു രാജ്യമാണോ അത്? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ
ഭരിക്കുന്ന രാജ്യമാണോ അത്? അല്ല. അല്ല. അപ്പൊ മനസ്സിൽ ബന്ദർസരി ഭഗവാൻ അല്ല. ആ രാജ്യം റിപ്പബ്ലിക്കായിട്ട് 15 വർഷം കഴിഞ്ഞോ? യെസ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സ്ഥലത്തിന്റെ പേര് ആരംഭിക്കുന്നത് ജി എന്ന അക്ഷരത്തിലാണോ? അതെ. ആണ്. അതെ. ശബരീഷിന്റെ വിജയക്കുതിപ്പ് അശ്വരഥത്തിന്റെ വഴിയിൽ തട്ടി വീഴുമോ? കോൺഫിഡൻ്റ് ആണോ ഇപ്പോൾ? അല്ല. രാജ്യം ബോട്സ്വാനയാണ്. അതെ. ക്യാപിറ്റലിന്റെ പേര് ബോട്സ്വാനയുടെ ഓർമ്മിക്കണ്ടേ? ബ്രൂണയുടേത് ബന്ദർസരി ഭഗവാനാണെന്ന് എനിക്കറിയാം. റുവാണ്ടയുടേത് കിഗാലിയാണെന്നും അറിയാം. ബർക്കിനോ ഫാസോയുടേത് വഗാദുഗു ആണെന്നും അറിയാം. ബോട്സ്വാനയുടേത് ഗാബ്രോൺ ആണെന്നും എനിക്കറിയാം. ഇസ് ഇറ്റ് ഗാബ്രോൺ? യെസ് സർ. നിങ്ങളത് എല്ലാവരും പാലക്കാട് നിന്ന് വരുന്നവരല്ല ആഫ്രിക്കൻ രാജ്യങ്ങളുടെ തലസ്ഥാനമാണല്ലോ പ്രിഫർ ചെയ്യുന്നത്. വൈ യു ആർ ഓൾ ചൂസിങ് ആഫ്രിക്ക? വരുന്ന മത്സരാർത്ഥികളെല്ലാം എപ്പോഴും ആഫ്രിക്കയാണ് ഒരു ടഫ് ടാസ്ക് ആയിട്ട് എന്നിൽ കാണുന്നതല്ലേ? ലാറ്റിൻ അമേരിക്കയൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല? താല്പര്യമല്ലാതല്ല സർ. ആ മിനിറ്റിൽ തോന്നിയ എടുത്ത ലോട്ടെന്ന് തോന്നിയ ആ മൊമെന്ററി ആയിട്ടുള്ള തീരുമാനം. അതെ സർ. ഗാബോറോൺ ബോട്സ്വാനയുടെ തലസ്ഥാനവും ബോട്സ്വാനയിലെ തന്നെ ഏറ്റവും വലുപ്പം കൂടിയ നഗരവുമാണ് ഗാബോറോൺ. ബോട്സ്വാനയുടെ ജനസംഖ്യയുടെ 10% ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് ഈ നഗരത്തിലാണ്. ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷും ദേശീയ ഭാഷ സെറ്റ്സ്വാനയുമാണ്. കലങ്ക എന്ന നാടൻ ഭാഷയും ഇവിടത്തുകാർ സംസാരിക്കുന്നു. ബോട്സ്വാന സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബോട്സ്വാനയിലെ പല വ്യവസായ സ്ഥാപനങ്ങളുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. ശബരീഷിന്റെ വിജയയാത്ര ഇവിടെ അവസാനിക്കും. ഹൗ ഡു യു ഫീൽ നൗ? ലൈക്ക് ഇത്രയും വലിയ ഒരു ഇൻ്റലക്ച്വൽ ജയൻറ്റിന് മുന്നിൽ ഞാൻ ഇരിക്കുന്നു. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ബ്രെയിൻ ഗെയിമാണ് അശ്വമേധം എന്ന് പറയുന്നത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. സോ വിന്നിങ് ഇസ് നോട്ട് എവറിത്തിങ് ബട്ട് പാർട്ടിസിപ്പേഷൻ. You have won many things. Yes. യാഗം വിജയകരമായി പൂർത്തിയാക്കി. യജ്ഞത്തിലെ ആദ്യ റൗണ്ട് അനായാസം ജയിച്ചു. രണ്ടാം റൗണ്ട് ഒരല്പം ഭാഗ്യത്തിന്റെ കൂടി അകമ്പടിയോടുകൂടി ജയിച്ചു. നന്നായി മുന്നോട്ട് പോയി ശബരീഷ്. വെൽ ഡൺ ശബരീഷ്, വെൽ ഡൺ. താങ്ക് യു. ആൻഡ് നിമ്മി പ്ലീസ്. Congratulations. Thank you, sir. ഒപ്പം you have won ₹5,000 from Mir Realtors. Thank you, sir. Mir Realtors നൽകുന്ന റിസോർട്ടിലെ താമസം അത് ഉടനാക്കണം. ശബരീഷ് അതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്കറിയാം. യു ആർ എ പേഴ്സൺ ഹു ട്രാവൽസ് എ ലോട്ട്. നമ്മുടെ ആദ്യത്തെ ഓഡിഷൻ സമയത്ത് തന്നെ ശബരീഷ് പറഞ്ഞിരുന്നു ഞാൻ ഒരു ട്രാവൽ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ അല്ലേ? അതെ സർ. ശബരീഷ് മനോഹരമായി ഈ മത്സരത്തിൽ പങ്കെടുത്തു. ഇനി വരുന്ന മത്സരാർത്ഥി ആര് എന്നറിയാം. പക്ഷെ അതിനു മുൻപ് പ്രേക്ഷകരോട് ഈ ദിവസത്തെ സൂചനകൾ നൽകിയേ പറ്റും. പ്രേക്ഷകരോട് ഈ ദിവസം ഞാൻ നൽകുന്ന സൂചന ഒരു വ്യക്തിയെക്കുറിച്ചല്ല, ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. ആ സ്ഥലത്തെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ സൂചന മൺകുട. ആരാണ് ഈ ദിവസത്തെ അടുത്ത മത്സരാർത്ഥി? നമുക്കറിയാം ഇപ്പോൾ. ഹായ്, ഞാൻ രഞ്ജി ലക്ഷ്മി. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെ മാടമൺ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അശ്വമേധത്തിൻ്റെ തിരുവനന്തപുരം ഓഡീഷൻ റൗണ്ടിലാണ് ഞാൻ പങ്കെടുത്തത്. ഞാൻ റാന്നി സെൻറ് തോമസ് കോളേജിലെ BBA അധ്യാപികയാണ്. അശ്വമേധത്തിലേക്ക് വരാൻ എനിക്ക് ഇൻസ്പിറേഷൻ ആയത് തീർച്ചയായും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അശ്വമേധം എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത് വിജയിക്കണമെന്നുള്ളതിനേക്കാൾ കൂടുതൽ
അറിവിൻ്റെ നിറകുടമായിട്ടുള്ള ഡോക്ടർ പ്രദീപ് സാറിനോടൊപ്പം അല്പനേരം ചിലവഴിച്ച് എൻ്റെ അറിവിൻ്റെ കുറച്ച് അംശമെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അശ്വമേധത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിഫലം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് മുഴുവൻ കൊടുക്കുന്നത് കാലൊടിഞ്ഞ് മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന ഒരാൾക്കായിരിക്കും. നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാവ് എൻ്റെ വിശാല മനസ്കത കണ്ട് അതെൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ ഗൾഫിൽ നിന്ന് വന്ന ഒരു ആക്സിഡൻറ്റിൽ കാലൊടിഞ്ഞ് കമ്പി ഇട്ടിരിക്കുകയാണ്. അന്നേരം അതുകൊണ്ട് തന്നെ എന്ത് പ്രതിഫലം കിട്ടിയാലും ഞാൻ അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഏൽപ്പിക്കുന്നതായിരിക്കും. So that is Renji Lakshmi from Pathanamthitta. Congratulations. So, Renji Lakshmi, you can start your rounds right now. ലോക ചരിത്രം, വേൾഡ് ഹിസ്റ്ററി. ലോക ചരിത്രം, വേൾഡ് ഹിസ്റ്ററി. ശരി. ഹാനിബാൾ കാർത്തേജിലെ ധീരനായിരുന്നു. ശരിയോ തെറ്റോ? ശരിയാണ് സാർ. ശരിയാണ്. രഞ്ജി ലക്ഷ്മിയുടെ ഉത്തരം 100% ശരിയാണ്. Congratulations, you have won ₹1,000 from Mir Realtors. Move to the next ball. രക്തം, ബ്ലഡ്. രക്തം, ബ്ലഡ്. 2 ഉത്തരങ്ങൾ നൽകും. അതിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തുക. ഓക്കെ, ചോദ്യം ഇതാണ്. താഴെ പറയുന്നവരിൽ ആരാണ് രക്ത ഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത്? കോൾ ലിനസ്, കോൾ ലാൻസ്റ്റീനർ. കോൾ ലാൻസ്റ്റീനർ. ലാൻസ്റ്റീനർ ശരിയായ ഉത്തരം. രഞ്ജി ലക്ഷ്മി, you have won ₹2,500 from Mir Realtors. Move to the third bowl. അതിർത്തികൾ. ബോർഡർ ലൈൻസ്. The wrong battle between the wrong nations on the wrong place about a wrong border. തെറ്റായ അതിർത്തിയെക്കുറിച്ച് തെറ്റായ രാജ്യങ്ങൾ തെറ്റായ സ്ഥലത്ത് വെച്ച് തെറ്റായ സമയത്ത് നടത്തിയ യുദ്ധം. ഇത് ഏത് യുദ്ധമാണ്? ചോയ്സ് എ ബ്രിട്ടൻ അയർലൻഡ് യുദ്ധം, ചോയ്സ് ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ചോയ്സ് സി കൊറിയൻ യുദ്ധം. ചോയ്സ് എ ബ്രിട്ടൻ അയർലൻഡ്. You have 5 more seconds. ഓപ്ഷൻ സി കൊറിയൻ യുദ്ധം. ഓപ്ഷൻ സി കൊറിയൻ യുദ്ധം ശരിയായ ഉത്തരമാണ്. രഞ്ജി ലക്ഷ്മി, congratulations, you have won ₹5,000 from Mir Realtors. Now the last stage. Don't expect further helps. വളരെ സൂക്ഷിച്ച് കണ്ടിട്ട് ഉത്തരം പറയുക. ഇത് പിന്നെ നോക്കാനും ആലോചിക്കാനൊന്നും ഇല്ല. എവരിബഡി നോസ് ദിറ്റ്, അല്ലേ? എന്താണിത്? What is this? ലോക പ്രശസ്തമായ ഒന്നാണിത്. ഈജിപ്ഷ്യൻ മമ്മീസ്. ഈജിപ്ഷ്യൻ മമ്മീസ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഐ ഹോപ്പ് ഇറ്റ് ഈസ് സംതിങ് എൽസ്. നോക്കാം. ഇസ് ഇറ്റ് മൗണ്ട് റാഷ്മോർ? യെസ്, മൗണ്ട് റാഷ്മോർ ആണത്. അമേരിക്കയിലെ മൗണ്ട് റാഷ്മോർ. ഇതൊരു പർവ്വതമാണ്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുഖങ്ങളാണ് ആ കണ്ടത്. ലോക പ്രശസ്തമാണ് മൗണ്ട് റാഷ്മോർ. അൺഫോർച്ചുനേറ്റ് ആയ ഒരു പുറത്താകലാണ്. മൗണ്ട് റാഷ്മോർ കണ്ടിട്ടില്ല ഇതിന്? ഇല്ല സാറേ. ലോകത്തിലെ വളരെ പ്രശസ്തമായ പർവ്വതമാണ്. 4 അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചിത്രമാണ് ആ കൊത്തിവെച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു ഹെറിറ്റേജ് പ്ലേസായി കണക്കുകൂട്ടുന്ന ഒന്നാണ്. നമ്മുടെ പിരമിഡുകൾ പോലെ താജ്മഹൽ പോലെ തന്നെ വേൾഡ് ഹെറിറ്റേജുകളിൽ ഒന്നായി കണക്കുകൂട്ടുന്ന ഒരു പ്രദേശമാണ് മൗണ്ട് റാഷ്മോർ. I am not permitted to help more than one time.
ഇതൊരു സാന്ത്വന സമ്മാനം മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 rupees. ബാഡ് ലക്ക്, വിഷമിക്കുന്നുവല്ല. പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ രണ്ടാമത്തെ സൂചന. മൗണ്ട് രാഷ്മോറിന്റെ ചിത്രത്തിലാണ് രഞ്ജുലക്ഷ്മി കാലിടറി വീണത്. എന്നാൽ നിങ്ങൾ കണ്ടെത്തേണ്ട ഈ സ്ഥലത്തിൽ ചിത്രങ്ങളില്ല, പക്ഷേ കളിമൺ പാത്രങ്ങളുണ്ട്, കുളിയിടങ്ങളും ഉണ്ട്. രഞ്ജുലക്ഷ്മിയുടെ നിർഭാഗ്യകരമായ പുറത്താകലിന് ശേഷം ഈ മത്സരവേദിയിലേക്ക് കടന്നെത്തുന്ന അടുത്ത മത്സരാർത്ഥിയാര് ശ്രദ്ധിക്കാം. ഹായ്, ഞാൻ രാജലക്ഷ്മി. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. കൊട്ടാരക്കര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും ഉണ്ട്. അച്ഛൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്, ചേട്ടൻ MCAക്ക് പഠിക്കുകയാണ്. വായനയാണ് എൻ്റെ പ്രധാന ഹോബി. ധാരാളം നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നിരന്തരമായ അറിവ് നേടുക എന്നത് ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ ഒരു അവസരത്തിലാണ് കൊല്ലത്ത് വെച്ച് നടന്ന അശ്വമേധത്തിൻ്റെ ഓഡീഷനിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. അന്ന് ഗ്രാൻഡ് മാസ്റ്റർ ചോദിച്ച മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ഉത്തരം നൽകി. അശ്വമേധത്തിൻ്റെ ഈ വേദിയിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് ഓർക്കാനുള്ളത് എൻ്റെ ഗുരുസ്ഥാനീയരെയും സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഒക്കെയാണ്. അവരാണ് എന്നെ നേർവഴിക്ക് നയിച്ചതും എല്ലാ ഘട്ടത്തിലും എന്നെ പ്രോത്സാഹിപ്പിച്ചതും. ജയപരാജയങ്ങളെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നില്ല. അശ്വമേധത്തിൽ ഗ്രാൻഡ് മാസ്റ്ററോടൊപ്പം പങ്കെടുക്കുക എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. അത് ഞാൻ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. So that's Rajalakshmi from Kottarakara. Rajalakshmi, all the best. യാഗം ആരംഭിക്കാം. രക്തസാക്ഷികൾ തിരികെ നിക്ഷേപിച്ചു. ഭഗത് സിംഗിനോടൊപ്പം രക്തസാക്ഷികളായത് രാജ്ഗുരുവും സുഖദേവുമാണ്. ശരിയോ തെറ്റോ? ശരി. ശരിയായ ഉത്തരം. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ രാജലക്ഷ്മിക്ക് ലഭിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. മൂവ് ടു ദ നെക്സ്റ്റ് ബൗൾ. ചലച്ചിത്രം, സിനിമ അല്ലേ? ശരി. ഏത് ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് ശ്രീ ബാലൻ കെ നായർ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത്? എലിപ്പത്തായം, ഓപ്പോൾ? ശരിയായ ഉത്തരം. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 2500 rupees ക്യാഷ് അവാർഡ് സ്വന്തം. മൂന്നാം ബൗൾ. ശരീരം തിരികെ നിക്ഷേപിച്ചോളൂ. നമ്മൾ ഏറ്റവും ഒരു ക്ഷേത്രമായി കാണേണ്ടതാണ് നമ്മുടെ ശരീരം അല്ലേ? ശരി. എൻ്റെ ചോദ്യം, സിറോഫ്താൽമിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തിനെയാണ്? വായ, മൂക്ക്, കണ്ണ്? കണ്ണ്. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. 1 rupees 5000 from Mir Realtors. ഇനിയൊരു കാഴ്ച കടമ്പയാണ്, ഒരു ദൃശ്യം. 1, 1, 2, 3, 5, 8, 13. അടുത്ത സംഖ്യ എത്ര? 21. എന്തുകൊണ്ട്? ഫിബോനാക്കി സീരീസ് ആണ്. അപ്പോ ഏത് സംഖ്യയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയും അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയുടെയും സം എടുത്താൽ മതി. ഇതിനെ ഹിപ്പേഷ്യൻ സീരീസ് എന്നും വിളിക്കും. ഹിപ്പേഷ്യ എന്ന പഴയ സുന്ദരി, യവന ചരിത്രത്തിലെ സുന്ദരിയുടെ ഉടലഴകുകളായിരുന്നു ഇത്. ഇതാണ് ഹിപ്പേഷ്യ എന്നാണ് പറയുന്നത്. വളരെ ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. 1 rupees 10,000 and qualified to take part in യജ്ഞം. ഓൾ ദി ബെസ്റ്റ് രാജലക്ഷ്മി. രാജലക്ഷ്മി യാഗത്തിൽ വിജയിച്ചു. യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ എന്നത് രാജലക്ഷ്മിയുടെ തീരുമാനം. പ്രേക്ഷകരോടുള്ള എൻ്റെ ഈ ദിവസത്തെ മൂന്നാമത്തെ സൂചന. നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഈ സ്ഥലം ഇപ്പോൾ ഗുജറാത്തിലാണ്. ഇത് നമ്മുടെ സംസ്കാരവുമായി നമ്മുടെ നദീതടങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. യാഗം പിന്നിട്ട രാജലക്ഷ്മി യജ്ഞത്തിൽ വിജയലക്ഷ്മിയാകാൻ മത്സരിക്കാൻ തയ്യാറാകുമോ? ലെറ്റ്സ് സീ. യെസ് ഓർ നോ? Yes is the sign and Rajalakshmi, please walk it. രാജലക്ഷ്മി വിചാരിച്ച പേര് ജൂറി അപ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രവേശിക്കും വിപരീത സമസ്യയുടെ രാജലക്ഷ്യത്തിലേക്ക്. യജ്ഞം.
ഓൾ ദ ബെസ്റ്റ് രാജലക്ഷ്മി. അതിനു മുൻപ് രാജലക്ഷ്മി വിചാരിച്ച പേര് സർ, ഇസ് ഇറ്റ് അപ്രൂവ്ഡ്? യെസ്. ആർ യു റെഡി ടു ഹെൽപ്പ് ഹർ? യെസ്. സിറ്റ് ഡൗൺ. ഏത് ക്ലാസ്സിലാണ് രാജലക്ഷ്മി പഠിക്കുന്നത്? +2. ഉറക്കെ പറയൂ. +2. ആ സീരീസിന് എന്ത് പേരാ പറഞ്ഞത്? ഫിബോനാക്കി സീരീസ്. ഫിബോനാക്കി സീരീസ്. ഫിബോനാക്കി സീരീസ്. താങ്ക് യു മോളെ, താങ്ക് യു വെരി മച്ച്. കാരണം അറിവ് ആരിൽ നിന്ന് നേടണം? എനിക്ക് ഫിബോനാക്കി സീരീസ് എന്നുള്ള പേര് അറിയില്ലായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണ്, മാത്സിൽ നിന്ന് പഠിച്ചതല്ല ഈ സീരീസ്. ഹിപ്പേഷ്യ എന്ന് പണ്ടുണ്ടായിരുന്ന ഒരു യവനസുന്ദരിയുടെ ഉടലളവുകളാണ്, അതനുസരിച്ചാണ് താമര ഇതളുകൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ സീരീസിൻ്റെ പഴയ കഥ. അത് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന പ്രശസ്തമായ നോവലിൽ ടി ഡി രാമകൃഷ്ണൻ ഇതിനെക്കുറിച്ച് പറയുന്നു. ഇതിന് ഹിബോനാക്കി സീരീസ് എന്നാണല്ലേ മാത്തമാറ്റിക്കലി പറയുന്നത്? ഫിബോനാക്കി സീരീസ്. എനിക്കറിയില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഗിവ് ഹർ എ ബിഗ് ക്ലാപ്പ്. തുടങ്ങാം. രാജരഥിയിലൂടെ കുതിച്ചുപായുന്ന ഈ ആകാശത്തിന് സാക്ഷി നിർത്തി രാജലക്ഷ്മിയോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം. ഒരു പുരുഷൻ, അതെ. ഇന്ത്യൻ, അതെ. മലയാളി, അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരിച്ചു? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. ഇടതുപക്ഷ രാഷ്ട്രീയം? അതെ. അദ്ദേഹം മന്ത്രിയായിട്ടുണ്ടോ? ഉണ്ട്. മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? ഉണ്ട്. 2000-ന് ശേഷം മരിച്ചു? അല്ല. അല്ല. അദ്ദേഹം മരിച്ചത് ഒരു ഫെബ്രുവരി മാസത്തിലാണ്. ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ വേണം? അല്ല. 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 ആയിരത്തി 1997 അദ്ദേഹം മരിക്കുന്നത്? അല്ല. 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 അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ആര്യ എന്നായിരുന്നു? അല്ല. 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 അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ ഇപ്പോൾ ഒരു കൃതിയാക്കുന്നത് വിവാദപൂർണമായ വാർത്തയായി മാറിയോ? ശ്രീ തെക്കും ഭാഗം മോഹൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ ഒരു കൃതിയാക്കുന്നത് വിവാദപൂർണമായ വാർത്തയായി മാറിയോ എന്നാണ്. അതുമല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ചേലാട്ട് എന്നാണോ എന്നാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് അമ്മിണിയമ്മ എന്നാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ പറഞ്ഞതെല്ലാം ഒരാളിനെ കുറിച്ചാണ്. ആണോ? അതെ. ആണ്. ആണ് സർ. സോ രാജലക്ഷ്മി വിചാരിച്ചത് മുൻ മുഖ്യമന്ത്രി, ആദർശധീരനായ, വളരെ ലളിതമായ ജീവിതം നയിച്ച മഹാനായ ശ്രീ സി അച്യുതമേനോനെയാണ്. അതെ. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയും കാത്തുസൂക്ഷിക്കുന്ന സി അച്യുതമേനോനെ പോലെയാകാൻ, ആ രീതിയിൽ വളരാൻ രാജലക്ഷ്മി എന്ന ഈ കൊച്ചുമിടുക്കിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സി അച്യുതമേനോൻ. ചേലാട്ട് അച്യുതമേനോൻ സാഹിത്യകാരനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവുമായിരുന്നു. 1969 നവംബർ 1 മുതൽ 1970 ഓഗസ്റ്റ് 1 വരെയും 1970 ഒക്ടോബർ 4 മുതൽ 1977 മാർച്ച് 25 വരെയും കേരള മുഖ്യമന്ത്രിയായിരുന്നു. വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ? പഠനമല്ലാതെ വായനയാണ് പ്രധാനം. വായനയാണ്. നിങ്ങളുടെ ബയോഡേറ്റയിൽ സിമാക് എന്നൊരു സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് കേട്ടു. എന്താണ് ആ സംഘടനയെക്കുറിച്ച് പറയുന്നത്? സിമാക് എന്ന സംഘടന യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഒരു കലയെ പരിപോഷിപ്പിക്കുക എന്നതിനപ്പുറം ഒരു നല്ല തലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ്. നല്ല തലമുറ
കലയിൽ അഭിരുചിയുള്ള പുരോഗമന ചിന്തയുള്ള ആത്യന്തികമായി നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറ. അതാണ് സിമാക്കിന്റെ ലക്ഷ്യം. ഓൾ ദി ബെസ്റ്റ്. ഒപ്പം 2500 rupees ക്യാഷ് അവാർഡ് ഫ്രം മിർ റിയൽറ്റേഴ്സ്. രാജലക്ഷ്മി അവസാനിപ്പിച്ച മത്സരത്തിൽ ഉന്നതമായ ചിന്തയും ലളിതമായ ജീവിതവും നയിച്ച സി അച്യുതമേനോനെയാണ് മനസ്സിലോർത്തത്. ഇനി വരുന്ന മത്സരാർത്ഥി ആര്? മത്സരാർത്ഥി മനസ്സിലോർക്കുന്നത് ആര്? ഈ ദിവസം വരുന്ന അടുത്ത മത്സരാർത്ഥി ആര്? ശ്രദ്ധിക്കാം. ഹായ്, എൻ്റെ പേര് മെൽവിൻ ജോർജ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് മാർത്തോമ സീനിയർ സെക്കൻഡറി സ്കൂൾ കോഴഞ്ചേരി എന്നാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും അനിയത്തിയും അപ്പച്ചനും അമ്മച്ചയുമാണുള്ളത്. പപ്പയാണെങ്കിൽ വെളിയിലാണ് ജോലി ചെയ്യുന്നത്, ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അമ്മ ഹൗസ് വൈഫാണ്. എൻ്റെ അനിയത്തി 8ാം ക്ലാസ്സിൽ മാർത്തോമ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. കോട്ടയത്ത് നടന്ന ഓഡീഷനിലാണ് ഞാൻ പോയത്. അവിടെ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് വരുമെന്ന് കേട്ടപ്പോൾ ചെറിയൊരു ഭയം തോന്നിയെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സാറിൻ്റെ പെരുമാറ്റം. സാർ ചോദിച്ച ചോദ്യങ്ങളിൽ മിക്കതിനും ഉത്തരം പറയാൻ എനിക്ക് സാധിച്ചു. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഭാവിയിൽ ഒരു IAS ഓഫീസർ ആവുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതിനായിട്ട് ഈ ചെറുപ്പത്തിലെ ഞാൻ ഒരു പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നടത്തുന്ന കോച്ചിങ് ക്യാമ്പിൽ പോകാറുണ്ട്. ഇതിന് വേണ്ടി ഞാൻ പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോറീസും പല ബെസ്റ്റ് സെല്ലേഴ്സും ഞാൻ വായിക്കാറുണ്ട്. അതിൻ്റെ ശക്തിയിലാണ് ഞാൻ ഇവിടെ അശ്വമേധത്തിൽ GS പ്രദീപിനെതിരെ പോരാടാൻ വരുന്നത്. ഒപ്പം തന്നെ ഞാൻ പത്തനംതിട്ട ജവഹർ ബാലജനവേദിയുടെ സെക്രട്ടറിയും കൂടിയാണ്. എൻ്റെ മറ്റൊരു വിനോദം ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ്. ഫുട്ബോളിൽ ഗോൾ കീപ്പിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൊസിഷൻ. എനിക്കതിൽ തന്നെ മാനുവൽ ന്യൂയറിനെയും റെനേൽ ഹിഗ്വയുമാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ വായിച്ചിട്ടുള്ളത് തന്നെ APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം എനിക്ക് വളരെയധികം ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളൊരു പുസ്തകമാണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഞാൻ വായിച്ചു തുടങ്ങിയെങ്കിലും പൂർണ്ണമായിട്ടില്ല ഇതുവരെ. എങ്കിലും ഇതുപോലുള്ള മഹാന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ എനിക്ക് ഒരു പുതിയ ഊർജ്ജമാണ് ലഭിക്കുന്നത്. ആ ഊർജ്ജം മുഴുവൻ എനിക്ക് കിട്ടിയ അവരുടെ പുസ്തകങ്ങളിലൂടെ എനിക്ക് കിട്ടിയ അറിവ് മുഴുവൻ ഞാൻ ഈ വേദിയിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന അത്രയും പേര് പ്രകടമാക്കും. അതാണ് മെൽവിൻ ജോർജ്. അപ്പോൾ മെൽവിൻ ജോർജ്, ആൾ ദി ബെസ്റ്റ്. ആരംഭിക്കാം യാഗം. ചെസ്, ചതുരംഗം. ചെസ് കളിക്കാറുണ്ടോ മോൻ? വല്ലപ്പോഴും. ഇന്ത്യയിലെ രണ്ടാമത്തെ ഗ്രാൻഡ് മാസ്റ്ററാണ് ദിവ്യേന്ദു ബറുവ. ശരിയോ തെറ്റോ? ശരി. ശരിയാണ്. 100% ശരിയായ ഉത്തരം. 100% ശരിയായ ഉത്തരം. കൺഗ്രാജുലേഷൻസ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ മെൽവിന് സമ്മാനം. രണ്ടാം ബൗൾ. വെഹിക്കിൾസ്, വാഹനങ്ങൾ. ഹോബി ഹോഴ്സ് എന്ന വാഹനം കണ്ടുപിടിച്ചത് ആരാണ്? ഹോബി ഹോഴ്സ് എന്ന വാഹനം കണ്ടുപിടിച്ചത് ആരാണ്? സ്റ്റീഫൻസൺ, മാക്മില്ലൻ? ഉറക്കെ പറയൂ. മാക്മില്ലൻ എന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് പറയൂ. മാക്മില്ലൻ. ശരിയായ ഉത്തരം. 100% ശരിയായ ഉത്തരം. ഈ ഹോബി ഹോഴ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. സൈക്കിളാണ് ഹോബി ഹോഴ്സ്. മാക്മില്ലൻ കണ്ടുപിടിച്ച ആദ്യത്തെ സൈക്കിളിന്റെ പേരാണ് ഹോബി ഹോഴ്സ്. മൂവ് ടു ദ തേർഡ് ബൗൾ. കൃഷി ചെയ്തിട്ടുണ്ടോ? വീട്ടിലുണ്ട്. പിന്നെ ഞാൻ ഇടപെടാറില്ല. അതെന്താ ഇടപെടാത്തത്? അപ്പച്ചനും അമ്മയും വീട്ടിലെ ആൾക്കാർ ഞാൻ നോക്കാറില്ല. വീട്ടിലെ ആൾക്കാരാണ്. ശരി. ഏത് കൃഷിയിലാണ് നമുക്ക് മധുരിമ എന്ന ഇനം കാണാൻ കഴിയുക? നെല്ല്, കരിമ്പ്, ഗോതമ്പ്? കരിമ്പ്. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. യു വൺ rupees 5,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. മിടുക്കനാണല്ലോ. ഇനി ഒരു ചെറിയ കടമ്പ, ഒരു വിഷ്വൽ കടമ്പ. മെൽവിൻ, ആരാണിത്?
കൈലാഷ് സത്യാർത്ഥി. ഉറക്കെ പറയൂ. കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥി. ശരിയായ ഉത്തരം മെൽവിൻ. കൺഗ്രാറ്റുലേഷൻസ്. യു ഹാവ് won ₹10,000 ഫ്രം Realtors. മെൽവിന്റെ തീരുമാനം എന്താണ്? പിന്മാറുകയാണോ മുന്നോട്ട് പോവുകയാണോ? പിന്മാറുകയാണ്. മെൽവിൻ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ദിസ് ഈസ് സ്മാർട്ട്നെസ്. മുന്നോട്ട് പോയാൽ പരാജയപ്പെട്ടേക്കുമെന്നുള്ള ഭയം തോന്നി? ഭയമല്ല, എനിക്ക് ലഭിക്കുന്ന വിഷയം എനിക്ക് അറിവില്ലാത്തതാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു വ്യക്തി വിചാരിക്കില്ല. കഴിയില്ല. അതിനുള്ള പ്രായവും അതിനുള്ള പക്വതയും ഉണ്ടാക്കണം. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ തലയിട്ടാൽ മതി, അല്ലേ? ശരി. നിമ്മി, പ്ലീസ് വാക്ക്. പിന്നെ കോഴഞ്ചേരിയിൽ മാർത്തോമ സ്കൂളിലെ കൂട്ടുകാരോടൊക്കെ ഒന്നും പറയാനില്ലേ? കാണുന്നില്ലേ കൂട്ടുകാരെ? നിങ്ങളുടെ സഹപാഠി മെൽവിൻ അശ്വമേധത്തിൽ പങ്കെടുത്തു, യാഗം വിജയകരമായി പൂർത്തിയാക്കി, വളരെ സ്മാർട്ടായ ഒരു തീരുമാനത്തിലൂടെ 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നു. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന 1, മൺകുടം. സൂചന 2, കളിമൺ പാത്രങ്ങളുമുണ്ട്, കുളിയിടങ്ങളുമുണ്ട്. സൂചന 3, ഈ സ്ഥലം ഗുജറാത്തിലാണ്. നമ്മുടെ സംസ്കാരവുമായും നദീതടങ്ങളുമായും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം ദലൈലാമ. മെൽവിന്റെ ഇന്നത്തെ തീരുമാനമാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോഴഞ്ചേരിയിൽ നിന്നെത്തിയ മെൽവിൻ 10,000 രൂപ വിജയിച്ചു. ഇനി മത്സരത്തിൽ മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു നിമിഷം പോലും എടുത്തില്ല മെൽവിന് തീരുമാനമെടുക്കാൻ. ബുദ്ധിമാനാണ്, ആവശ്യമില്ലാത്തതിൽ തലയിടാത്ത മിടുക്കനുമാണ്. മെൽവിന്റെ സഹപാഠികളെല്ലാം മെൽവിന്റെ ഈ പ്രകടനം കാണുന്നുണ്ടാകും, മെൽവിനെ അവർ അഭിനന്ദിക്കുന്നുണ്ടാകും, ഞാനും അഭിനന്ദിക്കുന്നു. ഇതൊരു ആഘോഷമാക്കാം മെൽവിന്റെ കൂട്ടുകാർക്ക്, ഒപ്പം നമുക്ക് എല്ലാവർക്കും. ആലായാൽ തറ വേണം. വേണ്ടേ ശ്രീമാരേട്ട? ആലായാൽ എന്താ വേണ്ടത്? തറ വേണം. തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചന്താമര വേണം, കുളിച്ചു ചന്ദകം പൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം എന്ന് കാവാലം ശ്രീകുമാർ പാടി, മനോഹരമായി പാടി. പക്ഷെ മെൽവിൻ പറയുന്നു, ഞാൻ പിന്മാറാൻ കാരണം ആലായാൽ തറ വേണം എന്നതുകൊണ്ടല്ല, ആളായാൽ അളവ് വേണം എന്നുള്ളത് കൊണ്ടാണെന്ന്. ശുഭരാത്രി ഫ്രം GS.